KPCC ആസ്ഥാനത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിയമസഭാ കക്ഷി യോഗം ചേരേണ്ടത് 1 മണിക്കാണ്. അത് 4 മണിയിലേക്ക് മാറ്റേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് 4 മണിക്കാണ് നേതാക്കന്മാരുമായിട്ട് തിരുവനന്തപുരത്ത് എത്തുക. അപ്പോൾ ഇതുവരെയും മാറ്റിയിട്ടില്ല സമയം നിയമസഭാ കക്ഷി യോഗത്തിൻ്റെത് എന്നാണോ മനസ്സിലാക്കുന്നത് റോഷിപ്പാൽ? അരുൺകുമാർ അല്പസമയം മുമ്പ് KPCC അധ്യക്ഷന്റെ ഓഫീസുമായി സംസാരിച്ചതാണ്. ഇതുവരെ 1 മണിക്ക് തന്നെയാണ് അത് ഇന്ദിരാഭവനിൽ യോഗം ചേരുന്നു എന്നത്. പക്ഷേ സമയത്തിൽ മാറ്റമുണ്ടാകും. പക്ഷേ എപ്പോൾ നടത്തണം എന്നതിനെ കുറിച്ചൊന്നും തീരുമാനമായിട്ടില്ല. ഔദ്യോഗികമായി ഇതുവരെ അറിയിപ്പ് AICCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് KPCC ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് സമയം മാറ്റുന്നത് അവരുടെ യാത്രാ സമയം അനുസരിച്ചായിരിക്കും. നിലവിൽ യാത്രാ സമയം കൃത്യമല്ല എന്നാണ് അവർ പറയുന്നത്. അത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചാൽ അപ്പോൾ തന്നെ യോഗത്തിന്റെ സമയം മാറ്റും. കാരണം MLA-മാർ എല്ലാവരും തലസ്ഥാനത്തെത്തി, എല്ലാവരും തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് സമയം മാറ്റുന്നത് മാത്രമാണ്. നേരത്തെ സ്ഥലവും മാറ്റണമെന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. നിയമസഭാ ഹാളിലേക്ക് യോഗം മാറ്റിവെക്കണമെന്ന നിർദ്ദേശമൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു വ്യക്തമായ തീരുമാനം ആയിട്ടില്ല. അതേസമയം തന്നെ KC വേണുഗോപാൽ വിഭാഗം പൂർണ്ണ ആത്മവിശ്വാസത്തിൽ അവർ KCയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോവുകയാണ്. അവരെല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ച വൈകിയതിൻ്റെ കാരണമായി അവർ പറയുന്നത് ഏതാണ്ട് 5 വർഷക്കാലമൊക്കെയായി ഒരുമിച്ച് രാഹുൽ ഗാന്ധിയുമായി പ്രവർത്തിച്ച KC വേണുഗോപാൽ അവിടുന്ന് പിരിയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ പല കാര്യങ്ങളും പങ്കുവെക്കേണ്ടി വരും. അതുകൊണ്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയുടെ സമയദൈർഘ്യം അതാണ് എന്നാണ് KC വേണുഗോപാലിൻ്റെ വിശ്വസ്തരായ തിരുവനന്തപുരത്ത് നേതാക്കൾ പറയുന്നത്. അവർക്കൊട്ടും ആത്മവിശ്വാസം ചോരുന്നില്ല. അതേ സമയത്ത് തന്നെ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ക്യാമ്പിലെയും ആത്മവിശ്വാസം ചോരുന്നില്ല. ഒരു സസ്പെൻസാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം അതിൻ്റെ തുടക്കമൊക്കെ ഒരു ത്രില്ലറിന് സമാനമായിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ സസ്പെൻസ് ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും ആ യോഗം എത്ര മണിക്ക് എന്ന് അറിയണം. ആ യോഗത്തിൽ രാഷ്ട്രീയമായ കോമഡിയായി തീരുമോ, രാഷ്ട്രീയമായ ട്രാജഡിയായി തീരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഫ്രെയിം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്നുള്ളതാണ്. അവിടെ KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂർ 35 മിനിറ്റ് പിന്നിടുന്നു. 1 മണിക്കൂർ 35 മിനിറ്റ്. ഇത്രയും നേരം KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ അത് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. KC ആണ് മുഖ്യമന്ത്രിയെങ്കിൽ അത് പറഞ്ഞ് വളരെ പെട്ടെന്ന് RC-യെയും VD-യെയും ഫോണിൽ വിളിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണം. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ സംബന്ധിച്ചുള്ള ഒരുപക്ഷെ ചർച്ചയും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് 1 മണിക്ക് വിമാനം ഡൽഹിയിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. 4 മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ കക്ഷി യോഗത്തിന്റെ സമയം ഇതുവരെയും മാറ്റിയിട്ടില്ല. 1 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. MLA-മാർ തലസ്ഥാനത്തേക്ക് തിരിച്ചിരിക്കുന്നു. 7 മണി വരെ ഞാൻ ഉണ്ടാവുമെന്ന് K മുരളീധരൻ പറഞ്ഞു. 7 മണി കഴിഞ്ഞാൽ K മുരളീധരൻ 7:15 ട്രെയിനിൽ നേരെ തൃശ്ശൂരേക്ക് പോയി ഗുരുവായൂർ പോയി. ഗുരുവായൂരപ്പനെ നാളെ കാണാൻ പോകും. കാര്യം നാളെ ഇടവം 1 പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിന്റെ സമയം ഇതുവരെയും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സമയം മാറ്റാൻ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ KC വേണുഗോപാൽ പുറത്തേക്ക് വരും. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടത് ദീപാദാസ് മുൻഷിയും പാർട്ടിയുടെ നിരീക്ഷകരോ അതല്ലെങ്കിൽ പാർട്ടി ചുമതലപ്പെടുത്തുന്നവരോ ആണ്. അത് അവരിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് എത്തും അല്പസമയത്തിനുള്ളിൽ. ചില നേതാക്കളൊക്കെ പറയുന്നത് പടക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് എത്ര ദിവസമായി, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പടക്കമൊക്കെ ആ മഴയത്ത് ചീറ്റി പോവോ എന്നൊരു ടെൻഷൻ കൂടി ചില മനുഷ്യർക്കുണ്ട്. ചിലര് പായസം വെച്ചു, അത് വളിച്ചു, എടുത്ത് കളഞ്ഞു. വീണ്ടും പായസം വെച്ചു, അത് വളിച്ചു, എടുത്ത് കളഞ്ഞു. ഇനി വീണ്ടും പായസം വെക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒരു കൂട്ടർ പായസവും മധുരവും ഒക്കെ നുണയും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് VD സതീശനാകുമോ രമേശ് ചെന്നിത്തലയാകുമോ എന്നുള്ളതാണ്. സൂപ്പർ കൂളായി രമേശ് ചെന്നിത്തല വീട്ടിലുണ്ട്. പിരിമുറുക്കമൊക്കെ ഉണ്ടെങ്കിലും മുഖത്ത് ഇവരാരും കാണിക്കുന്നില്ല.